നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോട്ട് ലൈവിലേക്ക്. ശബരിമല തീർത്ഥാടനത്തിന് ശേഷവും യുവതീ പ്രവേശന വിഷയം കൂടുതൽ ശക്തമായി നിലനിർത്താൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വാർത്ത. മറ്റൊരു വാർത്ത, കനകദുർഗയെ ഭർത്താവിന്റെ അമ്മയെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ രണ്ട് വാർത്തകളിലേക്ക് നോക്കുമ്പോൾ, ശബരിമല തീർത്ഥാടനത്തിന് ശേഷവും യുവതീ പ്രവേശന വിഷയത്തിൽ സന്യാസിമാരെ അടക്കം സംസ്ഥാനത്തെത്തിച്ച് വലിയ മുന്നേറ്റം നടത്താനുള്ള ആലോചന സംഘപരിവാർ സംഘടനകൾ നടത്തുന്നു എന്നതാണ്. ഈ മാസം 20-ന് തിരുവനന്തപുരത്ത് അയ്യപ്പ വിശ്വാസികൾ പങ്കെടുക്കുന്ന അയ്യപ്പ ഭക്തജന സംഗമത്തിൽ അതിന് മുന്നോടിയായുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ മാതാ മൃദാനന്ദമയി, ശ്രീ രവിശങ്കർ, കാഞ്ചി മഠാധിപതി ബാബ രാംദേവ് അടക്കമുള്ള നിരവധി ആത്മീയ ആചാര്യന്മാരും സമുദായ നേതാക്കന്മാരും പങ്കെടുക്കുമെന്നാണ് സൂചന. 19-ന് ഇതുമായി ബന്ധപ്പെട്ട് സെമിനാറും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതോടെ ഈ രംഗം, അതായത് ശബരിമല സ്ത്രീ പ്രവേശവുമായുള്ള ഒരു വിഷയങ്ങളെല്ലാം കൂടുതൽ ശക്തമാകുമെന്നാണ് സംഘപരിവാറിന്റെ വിലയിരുത്തൽ. രാഷ്ട്രീയമായി ഒരു വശത്ത് CPM പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് അതിനെ ശക്തമായി തന്നെ എതിർക്കാൻ തന്നെയാണ് സംഘപരിവാർ സംഘടനകളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമായി പ്രത്യക്ഷമായി വെളിവാക്കി മറന്നീക്കി പുറത്തുവരും. ശബരിമല വിഷയത്തിൽ ഹിന്ദുമത വിശ്വാസികൾ ഒറ്റക്കെട്ടാണെന്നും പൊതു തിരഞ്ഞെടുപ്പിൽ, വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് സുപ്രധാന വിഷയമായിരിക്കുമെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ നിലപാട്. ഇനി പൊതു തിരഞ്ഞെടുപ്പിൽ CPM-നെ തറപറ്റിക്കാൻ ഈ വിഷയം സജീവമായി നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിന് പിന്നിൽ BJP-ക്കും സംഘപരിവാറിനുമുണ്ട്. പുത്തരിക്കണ്ടം അയ്യപ്പ ഭക്തജന സംഗമത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിപാടികൾ ആവിഷ്കരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അണിയറയിൽ വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഇടത് സർക്കാർ നടത്തുന്ന വിപുലമായ പ്രചരണം കേരളമൊട്ടാകെ സംഘടിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും ശബരിമല കേസിൽ പുനഃപരിശോധനാ ഹർജിയിൽ അനുകൂലമായ വിധി വരെ പ്രക്ഷോഭ പരിപാടികൾ സജീവമായി നിലനിർത്താൻ തന്നെയാണ് തീരുമാനം. ശബരിമല വിഷയം രാജ്യത്തിന് പുറത്തേക്ക് വരെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി തന്നെ സമരമായി പോകാനാണ് ശബരിമല കർമ്മസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വികാരം ഉണ്ടാക്കാൻ ഈ വിഷയത്തിനായിട്ടുണ്ട്. അതിലൂടെ CPM-ന്റെ പരാജയം ഉറപ്പാക്കുക എന്നുള്ള വലിയ ലക്ഷ്യവും BJP-ക്ക് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, ശബരിമല ദർശനം നടത്തിയ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗ ഭർത്താവിന്റെ അമ്മയെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മർദ്ദനമേറ്റുന്ന ഭർത്താവിന്റെ അമ്മ സുമതിയുടെ പരാതിയിലാണ് നടപടി. ഭർത്താവിന്റെ അമ്മ സുമതിക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. അതായത് കനകദുർഗയെ മർദ്ദിച്ചു എന്നൊരു പരാതിയും ഉണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയ്ക്ക് ഇന്നലെയാണ് മർദ്ദനമേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ കനകദുർഗ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കനകദുർഗ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ഭർത്താവിന്റെ അമ്മയും കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം വലിയ ചർച്ചയായിരുന്നു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയായ കനകദുർഗയും സുഹൃത്ത് ബിന്ദുവും ഈ മാസം 2-ാം തീയതിയാണ് ശബരിമല ദർശനം നടത്തിയത്. അതിനുശേഷം കുറേ ദിവസങ്ങളിൽ രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിലായിരുന്നു ഈ രണ്ട് യുവതികളും. തിരിച്ച് വീട്ടിലെത്തിയ സമയത്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. അതായത് ഭർത്താവിന്റെ അമ്മ മർദ്ദിച്ചെന്ന് കനകദുർഗ മർദ്ദിച്ചെന്ന് ഭർത്താവിന്റെ അമ്മയും പരാതി പറയുന്നത് കേരളം കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വാർത്ത. അതേസമയം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കനകദുർഗയെ വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോടേക്ക് മാറ്റിയിട്ടുണ്ട്. കനകദുർഗയാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഇനി വീട്ടിൽ കയറ്റില്ലെന്നും സഹോദരൻ പറയുന്നു. അതേസമയം കനകദുർഗയുടെ ഭർത്താവിന്റെ അമ്മ സുമതിയും പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ രണ്ട് വാർത്തകളുമാണ് കേരളം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.